നമ്മള് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഈ വീടിന്റെ കാര്യത്തിൽ മാത്രമാണ്. വീടില് ഗുണവകുപ്പ് പട്ടികയിലേക്ക് പേര് വരിക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വർഷമായിട്ട് നമ്മൾ ചർച്ചയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ പിന്നെ ആ പ്രദേശത്ത് കഴിയുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് ഇനി ഒരു പുതിയ സ്ഥലത്തേക്കാണ് അവർ ടൗൺഷിപ്പിലേക്ക് പോകുന്നത്. അവിടെ പിന്നെ അവർക്ക് തുടർന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. പ്രായമുള്ള ആളുകളുണ്ട്. ഇവിടെ ചെറിയ പിന്നെ തൊഴിലുറപ്പ് പോലെ ഉള്ള തൊഴിലുകളൊക്കെ ചെയ്തിരുന്ന പ്രായമുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ തൊഴിൽ കിട്ടുന്ന രീതിയിലേക്കുള്ള ചർച്ചകളൊക്കെ ഇനി കൊണ്ടുപോകേണ്ടതുണ്ട്. വെറും വീടിന്റെ ലിസ്റ്റിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്ന ചർച്ചകളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങള് ഈ ദുരന്തം ബാധിച്ച ആ സമയങ്ങളിൽ അതിനുശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ പ്രദേശത്തെ ദുരന്തം എഫക്റ്റഡ് ഏരിയയിൽ പെട്ട മുഴുവൻ ആളുകളുടെയും ഒരു ഗുണവകുപ്പ് പട്ടിക ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 531 പേരടങ്ങുന്ന പട്ടികയാണ്. അതിൽ 402 പേരുടെ സർക്കാരിന്റെ ലിസ്റ്റിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സന്നദ്ധ സംഘടനകള് കുറെ വീടുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇനി കുറഞ്ഞ ആളുകൾക്ക് ആ പിന്നെ ഇതില് ലിസ്റ്റിൽ ഉള്ള ആളുകൾക്ക് വീടുകൾ കിട്ടാനുള്ളൂ. അപ്പോൾ നമ്മളിപ്പോ ഈ സർക്കാരിന്റെ ഒരു ഫൈനൽ ലിസ്റ്റ് വരാനുണ്ട്. ആ ലിസ്റ്റ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്നതാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഈ മാസം തന്നെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് കിട്ടിയ സർക്കാരിൽ നിന്ന് കിട്ടുന്ന വിവരം, അതായത് ഈ കൂട്ടിച്ചേർക്കുന്ന ലിസ്റ്റ്. അപ്പൊ അതിനുശേഷം പരമാവധി അതിൽ ഈ പാടിയിലുള്ള ആളുകളും അങ്ങനെ ഇത് ദുരന്തം നേരിട്ട് അനുഭവിക്കാത്ത കുറച്ച് അവിടെ പ്രയാസമുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്ക് പരമാവധി വീടുകൾ സർക്കാരിന്റെ ലിസ്റ്റിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഓടുന്നത്. അതിനുശേഷം അതിൽ ഏതെങ്കിലും തരത്തില് ആർക്കെങ്കിലും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്നദ്ധ സംഘടനകളുടെ വീടുകൾ കൃത്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീടിന്റെ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി മറ്റുള്ള കാര്യങ്ങളിലേക്ക് അവിടെ ഈ 5 സെന്റും 10 സെന്റും ഭൂമി വീടിന് വേണ്ടി വാങ്ങിയ കുറെ സാധാരണക്കാരുണ്ട്. അവര് പിന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് വീട് വെക്കാൻ കഴിയാത്ത ആളുകളാണ്. അപ്പൊ അവരൊക്കെ തന്നെ പിന്നെ ആ നഷ്ടം അവർക്കൊന്നും മാന്യമായ നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല സർക്കാരിന്റെ ഭാഗത്ത്. ഈ കാര്യങ്ങൾ പറഞ്ഞു പോകണം. അതുപോലെ തന്നെ പീഡിയ പിന്നെ മുറികളുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടക കിട്ടി ജീവിതമാർഗം കൊണ്ട് നടക്കുന്ന കുടുംബങ്ങൾ അവിടെ നിറയുണ്ട്. അവർക്കും മാന്യമായ നഷ്ടപരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ അതുകൂടാതെ തന്നെ അവിടെ ദുരിതബാധിതരെ കടങ്ങൾ എഴുതി തള്ളാനുള്ളൊരു ഇതുവരെ കാണിച്ചിട്ടില്ല സർക്കാർ. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇനി ശ്രദ്ധ കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. വീട് കിട്ടാത്ത മുഴുവൻ ആളുകൾക്കും വേണ്ടി വീട് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനം ഇതുവരെ നടത്തിയിട്ടുണ്ട്. ഇനിയും സർക്കാരിന്റെ ലിസ്റ്റ് ഇന്നോ നാളെയോ വന്നു കഴിഞ്ഞാൽ അതിൽ കിട്ടാത്ത ആളുകൾക്ക് പിന്നെ സന്നദ്ധ സംഘടനകളുടെ വീട് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പണിയിലാണ് ഞങ്ങളിപ്പോൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.